ഇന്നും ലൈഫിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ? സെയിം ലൈഫ്, സെയിം റൊട്ടീൻ, സെയിം പ്രോബ്ലം. ഇത് തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന സെയിം സിറ്റുവേഷൻസ് എല്ലാം. ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. സ്റ്റോറി ഇഷ്ടപ്പെട്ട ഈ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടാൾക്കാരുടെ കഥയാണ്. രണ്ടാൾക്കാരും സെയിം ലൈഫ്, സെയിം സാലറി, സെയിം ജോബ്. പക്ഷേ ഒരാളൊരു തീരുമാനം എടുത്തു. അദ്ദേഹം ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും 1% ഓഫ് ഇംപ്രൂവ്മെന്റ്. മറ്റൊരാളൊരു തീരുമാനമെടുത്തു. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇപ്പോഴത്തെ സകല പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാമെന്ന്. ഒരാഴ്ച കഴിഞ്ഞു, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളില്ല. ഒരു മാസം കഴിഞ്ഞു, ആ 1% ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി നിന്ന ആളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മറ്റേ ലൈഫ് സ്റ്റിൽ കംപ്ലൈനിങ്, ഫുൾ ഓഫ് നെഗറ്റിവിറ്റി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആ 1% ഇംപ്രൂവ്മെന്റ് ചെയ്ത ആളുടെ ലൈഫിൽ അദ്ദേഹം ആഗ്രഹിച്ച പല സക്സസും അദ്ദേഹം നേടിയെടുത്തു. ഒരുപാട് ഉയരങ്ങളിലോട്ട് അദ്ദേഹം എത്തി. മറ്റേ ആൾ സ്റ്റിൽ കംപ്ലൈനിങ്, ഫുൾ ഓഫ് നെഗറ്റിവിറ്റി. എനിക്ക് മനസ്സിലായ വലിയൊരു കണ്ടന്റ് ഉണ്ട് ഈ ഒരു സ്റ്റോറിയിൽ. We all wait for the biggest moment, but the real transformation hides in our decision. അദ്ദേഹം അന്നെടുത്തൊരു ഡിസിഷൻ, ഒരേ ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ ലൈഫിൽ 1% ഇംപ്രൂവ്മെന്റ്. സുഹൃത്തെ, 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ മുതൽ രാവിലെ 7 മണിക്ക് ഉറക്കം എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 മണിയാണ് സ്ഥിരം ഉറക്കം എഴുന്നേൽക്കുന്ന ടൈമെങ്കിൽ നാളെ മുതൽ നിങ്ങളെ ഫോൺ എടുത്ത് അലാമിൽ സെറ്റ് ചെയ്യേണ്ടത് 7 മണി എന്നുള്ള ടൈമല്ല, 9:59 ഒരു മിനിറ്റ് നിങ്ങൾ ഡെയിലി മൈനസ് ചെയ്ത് വന്നാലും നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലി ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാൽ ലൈഫ് അങ്ങോട്ട് സെറ്റ് ആവും.